പിണറായി വിജയന്റെ ഭരണകാലത്തെ അനേകം പണം തട്ടൽ കേസിൽ ഒന്നുമാത്രമായ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. റെഡ് ക്രസന്റ് മേധാവി സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കരൻ മാസങ്ങളോളം ജയിലിൽ കിടന്നത് ഈ ലൈഫ് മിഷൻ കേസിൽ ആയിരുന്നു. എന്നാൽ ആദ്യ കുറ്റപത്രത്തിൽ ശിവശങ്കരൻ പ്രതിപ്പട്ടികയിലില്ല. ശിവശങ്കരൻ അതുപോലെ ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ശിവശങ്കരൻ്റെ പങ്ക് അന്വേഷിക്കുമ്പോൾ അതിൽ പിണറായി വിജയനും വരാൻ സാധ്യത ഏറിക്കഴിഞ്ഞു. ഇതെല്ലാം പോകുന്നത് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്കാണ് എന്നുള്ള വസ്തുത ഉള്ളതുകൊണ്ട് ശിവശങ്കരനായിരിക്കും ഇതിൻ്റെ മധ്യസ്ഥൻ. അതായത് മാസപ്പടി കേസിൽ മകളെ മധ്യസ്ഥയാക്കിയതുപോലെ, ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റുമാർ മധ്യസ്ഥത ആയതുപോലെ, കൺസ്ട്രക്ഷൻ വർക്കിലാണെങ്കിൽ ഊരാളുങ്കൽ സൊസൈറ്റി മധ്യസ്ഥത വഹിച്ചതുപോലെ ഇതിൽ ശിവശങ്കരനാണ് പിണറായി വിജയൻ്റെ മധ്യസ്ഥൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് ED ഒക്കെ പിണറായിയുടെ കയ്യിലായതുകൊണ്ട് തൽക്കാലത്തേക്ക് ശിവശങ്കരനെ മാത്രം ബലിയാടാക്കി പിണറായി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണവും പോയി, കേന്ദ്രത്തിലെ സ്വാധീനവും പോയി, വരുന്നതാണെങ്കിൽ CBIയുമാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അത്ര പെട്ടെന്ന് പിണറായിക്കാകില്ല. നമുക്കറിയാം, പ്രളയബാധിതർക്ക് ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിനായി UAയിലെ റെഡ് ക്രസൻറ്റുമായി ഒപ്പുവെച്ചത് പ്രകാരം 21 കോടി രൂപയാണ് ലഭിച്ചത്. ഇതിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലൈഫ് മിഷൻ ഫ്ലാറ്റാണെങ്കിൽ ഇപ്പോഴും പണി തീരാതെ പാതി വഴിയിൽ കിടക്കുകയാണ് ഒരു കാട്ടിനുള്ളിൽ. മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനും അതുപോലെ സ്വപ്ന സുരേഷും ഒക്കെ ചേർന്ന് ഈ കരാർ തുകയെല്ലാം ഒപ്പിച്ചെടുത്തുവെന്നും അത് പിണറായി വിജയനും പങ്കാളിയായുവെന്നുമാണ് പറയുന്നത്. അന്ന് പങ്കുകച്ചവടം നടത്തുമ്പോൾ ഈ പറയുന്ന സ്വപ്നയും ശിവശങ്കരനും പിണറായിയുമെല്ലാം വലിയ കൂട്ടുകാരായിരുന്നു. പിണറായിയുടെ മകനും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നും പറയപ്പെടുന്നു. അതിന് EDയുടെ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചതായും വാർത്തകൾ വന്നതാണ്. എന്നാൽ ശിവശങ്കരനെ ബലിയാടാക്കി പിണറായി വിജയൻ മുങ്ങിയതോടെ സ്വപ്ന സുരേഷ് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ പിണറായിയുടെ പോലീസ് അതെല്ലാം മുക്കിക്കൊണ്ടിരുന്നു. ED ആണെങ്കിലും അന്ന് പിണറായി പറയുന്നത് മാത്രമാണ് കേട്ടത്. എന്നാൽ ഇനി സർക്കാർ മാറിയതോടെ ഇവരുടെ അഭിപ്രായങ്ങൾക്കെല്ലാം വില നൽകാൻ പോവുകയാണ്. വരുന്നത് CBIയാണ്. പിണറായിക്ക് കേന്ദ്രത്തിൽ പിടുത്തം നഷ്ടപ്പെട്ടു. സ്വപ്ന പറഞ്ഞത് പ്രകാരം സ്വർണം കടത്തിയതിലും പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലേടത്തിയുടെ പേര് പോലും പലയിടത്തും സ്വപ്ന പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പിണറായി നൈസായി മുക്കുകയായിരുന്നു. എന്നാൽ ഇനി കഥ മാറി. CBIയും വീട്ടിലേക്ക് വരുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നു. CBIയും EDയുമെല്ലാം അന്വേഷിക്കുന്ന ഒട്ടനവധി കേസുകൾ പിണറായിക്കെതിരെ ഉണ്ടെങ്കിലും മാസപ്പടി കേസിൽ എല്ലാ തെളിവുകളും എതിരായി തെളിയിക്കപ്പെട്ട് EDയെയും കാത്തിരിക്കുന്ന പിണറായി വിജയന് രണ്ടാമത്തെ ഇടിത്തീയാണ് 1 മാസത്തിനുള്ളിൽ തന്നെ വന്നിരിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ പിണറായിക്കുള്ള പണി സ്വപ്ന സുരേഷ് തന്നെ നൽകും എന്നുള്ളത് ഉറപ്പാണ്.